കേരളത്തിൽ മൺസൂൺ മഴയുടെ ശക്തി കുറഞ്ഞു. പസഫിക് സമുദ്രത്തിൽ രൂപപ്പെടുന്ന എൽ നിനോ പ്രതിഭാസമാണ് ഇത്തവണ കാലവർഷത്തിന് താളം തെറ്റിക്കുന്നത്. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ എൽ നിനോ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട്. ഇന്ന് ഒരു ജില്ലയിലും ശക്തമായ മഴ മുന്നറിയിപ്പില്ല. അടിപൊളി. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നു. അല്ല, ഒട്ടുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. മിക്ക ജില്ലകളിലും വേനൽക്കാലത്തെ പോലെ ചൂടാണ് അനുഭവപ്പെടുന്നത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ചൂട് വർദ്ധിക്കുകയാണ്. ഇന്ന് 2 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാലും ഇവിടെ കാര്യമായ മഴ മുന്നറിയിപ്പുകളുമൊന്നുമില്ല. വരും മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. അതായത് കാലവർഷം എത്തിയെങ്കിലും സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്ന തോതാണ് കാണുന്നത്. ജൂൺ ആദ്യം മുതൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു. എന്നാൽ ജൂൺ 10-ന് ശേഷം മഴയുടെ തോത് കുറഞ്ഞു. പ്രത്യേകിച്ച് മലയോര ജില്ലകളിലും പ്രദേശങ്ങളിലും ശക്തമായ മഴയും ലഭിച്ചിരുന്നില്ല. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ മൺസൂൺ തീർത്തും ദുർബലമായ അവസ്ഥയിലെന്നാണ് പറയുന്നത്. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് ഏതാണ്ട് കാണാതായെന്നും പറയുന്നു. ജൂൺ 4-നാണ് കേരളത്തിൽ കാലവർഷം എത്തിയത്. എന്നാൽ തുടർന്ന് രാജ്യത്തിന്റെ മധ്യമേഖലകളിലും കാലവർഷമെത്തി. പിന്നാലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും മഴയുടെ അളവിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ജൂൺ 4-നും ജൂൺ 15-നും ഇടയിൽ സാധാരണ 53.7 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കണക്കുകൾ. നിലവിൽ ഈ സമയത്ത് ലഭിച്ചതാകട്ടെ 19.2 മില്ലിമീറ്റർ മഴ മാത്രമാണ്. അതായത് ഏതാണ്ട് 64% മഴയുടെ കുറവ്. അതുമാത്രമല്ല, സജീവമായ ഒരു മൺസൂൺ കാലത്ത് സാധാരണയായി കാണാറുള്ള വ്യത്യസ്തമായ കാർമേഘ പാളികൾ കാണാനില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. ദക്ഷിണേന്ത്യയിലും മധ്യ ഇന്ത്യയിലും ഭൂരിഭാഗം പ്രദേശങ്ങളിലും മേഘങ്ങളില്ലാതെ തെളിഞ്ഞുകിടക്കുന്ന ചിത്രങ്ങളാണുള്ളത്. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കുറയാൻ കാരണം പസഫിക് സമുദ്രത്തിൽ രൂപപ്പെടുന്ന എൽ നിനോ പ്രതിഭാസമാണെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. എൽ നിനോ സ്വാധീനത്താൽ പസഫിക് സമുദ്രത്തിലെ ഉപരിതല താപനില ഉയരുകയും അത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കുള്ള മൺസൂൺ കാറ്റുകളുടെ ഗതിയും ശക്തിയും കുറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും വലിയ തോതിൽ മഴമേഘങ്ങൾ രൂപപ്പെടുന്നുണ്ടെങ്കിലും അനുകൂലമായ അന്തരീക്ഷ ചുഴികൾ ഇല്ലാത്തതുകൊണ്ടാണ് അത് കേരളത്തിലേക്ക് എത്താത്തത്. വരും ദിവസങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയില്ല. എന്നാലും ഇടവിട്ടുള്ള നേരിയതോ മിതമായതോ ആയ മഴ ലഭിക്കാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ എൽ നിനോ കൂടുതൽ ശക്തമാകാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.